നമസ്കാരം. ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ കൃപാകടാക്ഷത്താൽ സംഭവിക്കുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്നതായ 2 വിശേഷപ്പെട്ട ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം ഗണപതി ഭഗവാനൊപ്പമുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ്. രണ്ടാമത്തേതായ ചിത്രം സാക്ഷാൽ പരമശിവനൊപ്പമുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ്. 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ധിക്കൂ. ആദ്യത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നതാണ്. അത് ആഗ്രഹിക്കുന്ന വിജയമാണ് എങ്കിലും നിങ്ങൾക്ക് ഫലം ലഭിക്കാതെ ചില തടസ്സങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണുന്നു. ജീവിതത്തിൽ കയ്യെത്തും ദൂരത്ത് പല കാര്യങ്ങൾ എത്തിയിട്ടും, അതായത് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടും അത് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു നിരാശ, അത്തരത്തിലൊരു എനർജി നിങ്ങളിൽ ഇപ്പോഴും ഉണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ നിങ്ങൾ ഭയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇനി ഈ കാര്യവും, അതായത് ഇപ്പോൾ ലഭിക്കേണ്ടതായ കാര്യം പോലും നിങ്ങൾക്ക് ലഭിക്കാതെ വരുമോ, അത്തരത്തിലൊരു നിരാശ ഇനിയും ഉണ്ടാകുമോ എന്ന ഭയം പോലും നിങ്ങളിലുണ്ട് എന്നതാണ് വാസ്തവം. ഒരു പരിധിവരെ നിങ്ങളിൽ മറഞ്ഞിരിക്കുന്നതായ ഭയമാണ് നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടതായ പല അനുകൂലമായ ഫലങ്ങളെയും അല്ലെങ്കിൽ സൗഭാഗ്യങ്ങളെ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മറയ്ക്കുന്നത് എന്നിവിടെ കാണുന്നു. അവസാന നിമിഷം പോലും പലപ്പോഴും ഭയത്താൽ നേടേണ്ടത് പോലും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ട ആ കാര്യങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ഭഗവാൻ നിങ്ങളോട് പറയുന്നു, ഇത്തരം ചിന്തകൾ, അതായത് ഈ അനാവശ്യമായ ഭയം, ആകുലതകൾ, ചിന്തിച്ച് കാട് കയറുന്നതായ സാഹചര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അർഹതപ്പെട്ടതായ കാര്യങ്ങൾ നേടണം എന്നൊരു വാശി നിങ്ങളിൽ കൊണ്ടുവരേണ്ടതും ഈ സമയം അനിവാര്യമാണ്. ഈ ഒരു മൈൻഡ് സെറ്റ് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി, ശക്തിയോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ തന്നെ ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയോ ഉയരങ്ങൾ കീഴടക്കുവാനോ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് വാസ്തവം. വളരെയധികം കഴിവുകളുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അതിനാൽ തന്നെ നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ ഈ സമയം ശരിയായ രീതിയിൽ മനസ്സിലാക്കേണ്ടത്, തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. ആ കഴിവുകളെ വിശ്വസിച്ച് തന്നെ നിങ്ങൾ ഈ സമയം മുന്നോട്ട് പോകണം എന്നതാണ് വാസ്തവം. ഉയരങ്ങൾ നിങ്ങൾ കീഴടക്കുക തന്നെ ചെയ്യും എന്നതാണ് വാസ്തവം. നിങ്ങളുടെ തടസ്സങ്ങൾ അത് ജീവിതത്തിൽ വഴിമാറി പോവുകയും ജീവിതത്തിൽ ഈശ്വരാധീനം നിങ്ങളിൽ വളരെയധികം വർദ്ധിക്കുന്ന സാഹചര്യമായിരിക്കും വന്നു ചേരുക. നിങ്ങൾ ഇത്രയും നാൾ വിഷമിച്ചതിന്റെ ഫലം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക എന്നതാണ് വാസ്തവം. ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടത്, നിങ്ങൾക്കത് ഉപകാരപ്പെടുത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. നിങ്ങൾ നിത്യവും പ്രാർത്ഥിക്കുന്നത് പോലും നിങ്ങളിലേക്ക് ഇരട്ടി ഫലം ഭഗവാൻ നൽകുന്നതിനും കാരണമായി തീരും. ഈ സമയം നിങ്ങൾ തീർച്ചയായും വിഷമിച്ചതിന്റെ ഫലം, അഥവാ നിങ്ങൾ കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലം നിങ്ങളിലേക്ക് വന്നു ചേരാം. അവസരങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രത്യേകിച്ചും രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുക. അവ ഉപയോഗിച്ച് നിങ്ങൾക്കും നിങ്ങളെ സ്നേഹിക്കുന്നവരെയും സന്തോഷിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് വാസ്തവം. കൂടാതെ
ഉറപ്പുള്ള ഒരു മനസ്സിന്റെ ഉടമകൾ കൂടിയാണ് നിങ്ങൾ. അതിനാൽ നിങ്ങൾ അനുഭവിച്ച വിഷമതകളെക്കുറിച്ചോ ദുഃഖങ്ങളെക്കുറിച്ചോ ആരോടും പറയുന്നവരല്ല നിങ്ങൾ. മറിച്ച് ആരുടെയും മുൻപിൽ തല കുനിക്കുവാൻ താല്പര്യപ്പെടാത്ത വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. അതിനാൽ ഇപ്പോൾ നേരിടുന്നതായ പ്രശ്നങ്ങൾ അത് സാമ്പത്തികപരമായ പ്രശ്നങ്ങളാണ് എങ്കിൽ പോലും എല്ലാം മറികടക്കുവാനും ഒന്നിലേറെ അവസരങ്ങൾ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി ഭഗവാൻ നിങ്ങളിലേക്ക് നൽകും എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. ഈ സമയം ഭഗവാൻ നിങ്ങളിലേക്ക് നൽകിയിരിക്കുന്നത് പോസിറ്റീവായ ഊർജം തന്നെയാണ്. ആ ഊർജം നിങ്ങളിലേക്ക് സ്വീകരിച്ച് മുന്നോട്ട് തന്നെ നിങ്ങൾ പോകണം. ജീവിതത്തിൽ എല്ലാവരെയും അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിൽ ഒരു ആവശ്യവുമായി വരുന്ന പലരെയും നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന സഹായങ്ങൾ ചെയ്ത് നൽകുവാൻ സാധിച്ചിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ അറിഞ്ഞ് സഹായിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ ചില വിഷമതകൾ അനുഭവിക്കുന്നു. അതിനാൽ തന്നെ പലരിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സഹായം ലഭിക്കാത്തതിനാൽ അല്ലെങ്കിൽ പലരാലും നേരിടുന്ന അവഗണന നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഈ അവസ്ഥയിൽ ഒരു മാറ്റം സംഭവിക്കാം എന്ന സൂചന തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. ഉടനെ തന്നെ നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് ലഭിക്കാവുന്ന ചില സഹായങ്ങൾ ലഭിക്കുകയും ചെയ്യാവുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്ന് കാണുന്നു. എന്നാൽ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ആരെല്ലാം സഹായിച്ചാലും നിങ്ങൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ നിങ്ങൾ ചില കാര്യങ്ങൾ മാറ്റിവയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ഫലം നിങ്ങൾക്ക് ലഭിക്കാം. അതായത് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ ഫലം ലഭിക്കാം. എന്നാൽ നിങ്ങൾ ഈ സമയം ശരിയായ രീതിയിൽ ആ കാര്യങ്ങളെ സമീപിച്ചില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല. ഈ സമയം അർഹിക്കുന്നതായ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കണം എങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണ മനസ്സോടെ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം കുറേയേറെ അധ്വാനിച്ചിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഫലം ലഭിക്കാത്തതായ സാഹചര്യം അവസ്ഥ നിങ്ങൾക്ക് നേരിടേണ്ടതായി വരാം. തീരുമാനങ്ങൾ ഉറച്ചതായിരിക്കണം എന്ന കാര്യം നിങ്ങൾ ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും തീരുമാനങ്ങൾ എടുത്തിട്ടും അല്പം പിന്നോക്കം പോവുകയോ അല്ലെങ്കിൽ അല്പം മാറ്റി ചിന്തിക്കുന്ന ഒരു സാഹചര്യമോ നിങ്ങൾക്കുണ്ട്. അതിലൊരു മാറ്റം കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. പൂർണ്ണ മനസ്സോടെ തന്നെ ചെയ്യുകയും തീരുമാനങ്ങൾ ഉറച്ചതാകേണ്ടതും അനിവാര്യമാണ്. നന്നായി ചിന്തിച്ചതിന് ശേഷം മാത്രമേ തീരുമാനങ്ങൾ എടുക്കുവാൻ പാടൂ. പലപ്പോഴും പല വ്യക്തികളുടെയും ഉപദേശത്താൽ അല്ലെങ്കിൽ അവർ നൽകുന്നതായ ആ ചിന്തകൾ നിങ്ങളെ പലപ്പോഴും തെറ്റായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്നതാണ് വാസ്തവം. അത് പിന്നീടായിരിക്കും നിങ്ങൾക്ക് ബോധ്യപ്പെടുക. അതിനാൽ തന്നെ ഭഗവാൻ നിങ്ങളോട് പറയുന്നു, ഈ സമയം തീർച്ചയായും നിങ്ങൾ ഏതൊരു കാര്യവും നിങ്ങൾ സ്വയം ചിന്തിച്ച് വളരെയധികം ശ്രദ്ധിച്ച് തന്നെ പ്രവർത്തിക്കണം എന്ന്. അവസാനിക്കുന്നവരെ ഏതൊരു കാര്യവും ചെയ്ത് അവസാനിക്കുന്നവരെ പൂർണ്ണമായ മനസ്സോടെ തന്നെ ആ കാര്യത്തിൽ നിങ്ങൾ ഏർപ്പെടേണ്ടത് അനിവാര്യമാണ്. ഈ സമയം നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായ വിഷമങ്ങൾ അത് കൃത്യമായി തന്നെ നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്ന വഴികളിലേക്ക് സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നതാണ്. നിങ്ങൾ ചെയ്യുന്നതായ നല്ല കർമ്മങ്ങൾ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് പ്രവേശിക്കുന്ന സമയത്തേക്ക് നിങ്ങൾ കടക്കുന്നു എന്നതാണ് വാസ്തവം. ചില കാര്യങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ചില കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള പുതിയ വഴികൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് മുൻപിൽ തെളിയും. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾക്ക് അത് തരണം ചെയ്യാനുള്ള ചില സാഹചര്യങ്ങളും ഭഗവാൻ നൽകും. ഈ സമയം ഒന്നിലധികം പേർ നിങ്ങളെ ചതിച്ചിരിക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. പലപ്പോഴും സപ്പോർട്ടായി നിന്ന പല വ്യക്തികളും നിങ്ങളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതും വാസ്തവം തന്നെയാണ്. അവർ പോലും നിങ്ങളെ തള്ളി പറയുന്നതായ സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്.
ഈ സമയം ഒന്നുകൂടി ചിന്തിച്ച് എന്താണോ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് ആ കാര്യങ്ങളെ നിങ്ങൾ ഒഴിവാക്കുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളിൽ വിശ്വാസം വർദ്ധിക്കുന്നതായ ഒരു സാഹചര്യമുണ്ട് എന്നും അതിനാൽ കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആഗ്രഹിച്ചതായ ഫലം ലഭിക്കും എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ പോലും കൂടുതലാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സൂചന തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ സമയം തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ കൂടിയാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക.